ഒരേ സമയം തെലുങ്കിലും മലയാളത്തിലും പ്രദർശനത്തിനെത്തിയ മാസ് ആക്ഷൻ ചിത്രമാണ് ജനതാ ഗ്യാരേജ്. ഒരു തെലുങ്ക് മാസ് ആക്ഷൻ ചിത്രത്തിനു വേണ്ട എല്ലാ ചേരുവകളും ചേർന്നതാണ് ജനതാ ഗ്യാരേജ്. പ്രേക്ഷകനെ വിരസതയിലാഴ്ത്താതെ കഥ പറയുന്നതിൽ സംവിധായകൻ പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം. അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന പ്രകൃതക്കാരനായ സത്യ ഹൈദരാബാദിൽ ജനതാ ഗ്യാരേജ് എന്ന പേരിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അങ്ങനെ സത്യ നാട്ടുകാർക്ക് രക്ഷകനായി തീർന്നു. എന്നാൽ ഒരു അപ്രതീക്ഷിത സംഭവം ഇവരുടെ സന്തോഷം കെടുത്തിക്കളയുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. മോഹൻലാലിന്റെ മികച്ച പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. തെലുങ്ക് ചിത്രമായിട്ടും ചിത്രത്തിൽ NTR ജൂനിയറിനോടൊപ്പം തന്നെ മോഹൻലാലിനും പ്രാധാന്യം നൽകിയിരിക്കുന്നു. മോഹൻലാലിനൊപ്പം NTRന്റെ പ്രകടനവും മികച്ചു നിന്നു. നായകമാരായ സമന്തയ്ക്കും നിത്യയ്ക്കും കാര്യമായി ഒന്നും തന്നെ ചിത്രത്തിൽ ചെയ്യാനുണ്ടായിരുന്നില്ല. ഇവരെ കൂടാതെ ഉണ്ണി മുകുന്ദൻ, ദേവയാനി, റഹ്മാൻ തുടങ്ങിയവരും അവരവരുടെ റോളുകൾ ഭംഗിയാക്കി. ദേവിശ്രീ പ്രസാദിന്റെ ഗാനങ്ങൾ ആസ്വാദികരമായിരുന്നു. ഒരു മാസ് ചിത്രത്തിന് വേണ്ട അനുയോജ്യമായ BGM ആയിരുന്നു ചിത്രത്തിന്റേത്. ഒരു തെലുങ്ക് ചിത്രം മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോഴുള്ള പോരായ്മകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു മാസ് ചിത്രം പ്രതീക്ഷിച്ചു വരുന്ന പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ചിത്രം തന്നെയാണ് ജനതാ ഗ്യാരേജ്.